അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. സുഖം തന്നെയെന്ന് പറയാനില്ല, ചെറിയ പനിയുണ്ട്, ചുമയുണ്ട്. പിന്നെ ഇന്ന് നല്ലൊരു പാരക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ 3 തക്കാളി ചെറുതായി മുറിച്ചിന് കഴുകിയിട്ട് വെച്ചിന്. അത് നന്നായി ജ്യൂസ് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ഇടുന്നു. ഈ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായി അരക്കിട്ടു. ഇത് നമുക്ക് അരഞ്ഞോന്ന് നോക്കാം. നന്നായി മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കുന്നത് കാണാം. അങ്ങനെ നമുക്ക് പാരക്കറി വെക്കാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഗ്യാസ് ഞാൻ കത്തിക്കുന്നുണ്ട്. കായട്ടത്. അങ്ങനെ നമുക്ക് എണ്ണ ഒഴിക്കാം ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട്. എണ്ണ കായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 5 ചെറിയ ഉള്ളി നന്നായി ചെറുതായി മുറിച്ച്, ചെറിയ ഉള്ളിയാണ്. അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി മുറിച്ച്, ഒരു 5 വെളുത്തുള്ളി ചതച്ച്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് നന്നായി ഒന്ന് വാഴണം. സമയം 12:30 മണി കഴിഞ്ഞ്. പിന്നെ ചോറ് കഴിച്ചാൽ ഞങ്ങൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ സമയം കുറച്ച് വൈകിപ്പോയി, കുറച്ച് പണിയുണ്ടായിന്. അതുകൊണ്ട് സമയം വൈകിപ്പോയി. നിങ്ങളെ ചോറെല്ലാം വേവിച്ചാൽ ഒന്ന് കമൻറ്റിൽ പറ, ചോറ് വേവിച്ചോന്ന്. അതിലേക്കത് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളെ തക്കാളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അരച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് പുളി ഇടുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. നന്നായി ഒന്ന് തിളക്കട്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. ഇത് അടച്ച് വെക്കാം. നന്നായി തിളച്ച് അതിൻ്റെ ചൊയയെല്ലാം മുളക് പൊടീൻ്റെ ചൊയ പോട്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വറവാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി. അതിലേക്ക് ഞാൻ കടുക് ഇടുന്നുണ്ട്. കടുക് ഇട്ട് കടുക് പൊട്ടി അതിലേക്ക് ഞാൻ ഒരു കഷ്ണം നീരുള്ളി, 2 കറിവേപ്പ്, 2 പച്ചമുളക് നന്നായി മുറിച്ചത് ഇടുന്നുണ്ട്. അങ്ങനെ നന്നായി നമുക്കിത് അടച്ച് വെക്കാം. വേവിട്ട് നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം. ചാറ് തിളച്ചോ? നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാര മുറിച്ച പുളി കഷ്ണങ്ങൾ ഇടാം. നന്നായി ഇതൊന്ന് തിളച്ച് വേവട്ടെ.
അങ്ങനെ നമ്മളെ കേബേജ് വറവ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം. നമ്മുടെ കറി അങ്ങനെ റെഡിയായി, പാരക്കറി റെഡിയായി. ഇതാ നല്ല ഇതിൽ കുറുകി വന്നിട്ടുണ്ട്. ഉപ്പുണ്ടോക്കട്ടെ. ഉപ്പെല്ലാം കരറ്റ് ഉപ്പെല്ലാം അങ്ങനെ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പപ്പടം പൊരിക്കണം, നങ്ക് പൊരിക്കണം. അങ്ങനെ നമുക്ക് പപ്പടം പൊരിക്കാം. കറിയായി, പാരക്കറിയായി, കേബേജ് വറവാക്കി. ഇനി പപ്പടം പൊരിച്ചിട്ട് വേണം നങ്ക് പൊരിക്കാൻ. ഇതിൽ എന്നെ നങ്കൂട്ട് പൊരിക്കാമല്ലോ. തണുപ്പ് പിടിച്ചിട്ടൊന്നും തോന്നും പപ്പടമൊന്നും ഒരു ശരിയല്ലാത്ത പോലെ. ഇങ്ങനെ നങ്ക് പൊരിക്കുന്നുണ്ട്. പപ്പടം പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഞാൻ നങ്ക് പൊരിക്കുന്നു. അങ്ങനെ നമ്മളെന്താ നങ്ക് പൊരിച്ച കോരി എടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഞാൻ ചോറ് വയ്ക്കുന്നത് നല്ല പൊള്ളുന്ന ചോറ്. മാപ്പിള പണിക്കോയിന് അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടാവട്ടെ. നല്ല പാരക്കറി. എനിക്ക് പാരൻ്റെ തലയാന്ന് ഭയങ്കര ഇഷ്ടം. തല കേബേജ് വറവ്, നങ്ക് പൊരിച്ചത്, അച്ചാർ. നാരങ്ങ അച്ചാറാന്ന്. അല്ലെങ്കിൽ ഞാൻ ആക്കലുണ്ട്. ഇപ്പോൾ കുറേ ആയി ആക്കിയിട്ട്. പീടിയെന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ്. സ്പൂൺ കൂട്ടിയിട്ട് വയ്ക്കട്ടെ മക്കളെ. എല്ലാവരും ചോറ് വഹിച്ചായിരിക്കൂലേ? നല്ല രസമുണ്ട് മുളയിൽ പാരവറിയച്ചൻ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.